മമ്മൂക്ക അതിനകത്ത് വെള്ളമുണ്ടും ഷർട്ടും പുള്ളി ഓപ്പറേറ്റർ ആണല്ലോ, എന്റെ പ്രൊജക്ടർ ഓപ്പറേറ്റർ അല്ലേ. ഞാൻ വള്ളക്കാരൻ ചോയി വെള്ളം തൊഴിഞ്ഞ് നടക്കുന്നതാണ്, ഞാൻ ഈ കയ്യിൽ കൊടുത്ത് എപ്പോഴും നടക്കുന്നത്. അപ്പൊ ഞങ്ങളൊരു രാത്രിയിൽ അടിച്ചു പൊളിക്കാൻ വേണ്ടി കുട്ടനാടൻ കായലിന് നടുക്ക് പോയിട്ട് വള്ളമൊക്കെ ഇട്ടിട്ട് ഇച്ചിരി വാളത്തിലേക്ക് കൂട്ടി കപ്പയും മീനും ഒക്കെ കഴിച്ച് ശിവാജി ഗണേശന്റെ ഡയലോഗ് ഭയങ്കര വീക്ക്നെസ് ആണ് മമ്മൂക്കയുടെ മാധവൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ. അത് എനിക്കറിയാം. അപ്പൊ രണ്ടെണ്ണം അടിച്ചു കഴിയുമ്പോഴത്തേക്കും മാധവടാ ആ ശിവാജിയുടെ ഡയലോഗ് ഒന്ന് ഇറക്കി കേക്കട്ടെ, അത് വേണ്ട ഒന്ന് കേക്കട്ടെ എന്ന് പറയുമ്പോഴത്തേക്കും പിന്നെ സിറി സിറി വറി വട്ടി വാനം പൊഴിക്കരുത് ഭൂമി വിളകരുത് ഉനക്കിയൻ കൊടുക്കുത് அங்க நாட்டுத்தாய களபரிச்சாய கஞ்சிக்கலம் சுமந்தாய அங்க கொஞ்சி விளையாடும் மென்குல பெண்களுக்கு மஞ்சள் அரைத்து பணி புழிந்தாയ. മച്ചാ ഇത് മമ്മൂക്ക എടുത്ത് പെർഫോം ചെയ്തു, ശിവാജിയെ പോലെ പെർഫോം ചെയ്യുന്നു. അതിനുശേഷം ഞങ്ങൾ ഒരു 3 അടിച്ച് ചെയ്യുമ്പോൾ ഒരു മൂഡ് വരുവാണ്. അപ്പൊ എന്നാ ഒരു പാട്ട് പിടിപ്പിച്ചാലോ എന്ന് തോന്നിട്ട് ആ വള്ളത്തെ കയറിന്നിട്ട് ഞാനിങ്ങനെ ടക്ക് 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 ഈ വള്ളം ഇങ്ങനെ ഊന്നിക്കൊണ്ടാണ് തുടക്കം. അതിന്റെ ബ്ലസ്സിയുടെ ആദ്യ സിനിമ. ബ്ലസ്സിയും ഞങ്ങൾ തമ്മിൽ ഭയങ്കര ആത്മബന്ധമൊക്കെ ഉണ്ട്. പക്ഷെ ആദ്യത്തെ സിനിമ തുടങ്ങിയപ്പോ എന്നെ വിളിച്ചില്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ ഈ വിളി അതാണ് രസം, ദൈവം അവിടെ വരുത്തിച്ച് ആ അനന്തഭദ്രം ചെയ്തോണ്ടിരിക്കുമ്പോൾ അവിടെ ബ്ലസ്സിയുടെ ഒരു കോൾ വരുന്നു. മനോജ്, ഞാനൊരു സിനിമ ചെയ്തോണ്ടിരിക്കുകയാണ്, മമ്മൂക്കയാണ്, ഇപ്പൊ ഒരു 5 ദിവസം വേണം നിങ്ങളുടെ ഒരു നല്ല പാട്ടും ഉണ്ട്, ഒരു 4-5 സീനും ഉണ്ട്, ചെയ്യാൻ പറ്റുമോ? ഞാൻ ഏത് ദിവസങ്ങളാണ്? ഇന്ന ദിവസങ്ങളാണ്. അപ്പൊ ഞാൻ ഒരു രക്ഷയില്ല, അവിടെ അനന്തഭദ്രം നടക്കുക, മണിയുണ്ട് അവിടെ, അവനുമായിട്ടുള്ള കോമ്പിനേഷൻ ഒക്കെ അവിടെ നടക്കുക. അപ്പം അതിന്റെ കൂടെ ബ്ലസ്സി പറഞ്ഞു, ഇത് മണി ചെയ്യാനിരുന്ന ക്യാരക്ടർ, അതുകൂടെ പറയണം കേട്ടോ. മണി ഒരു പാട്ട് പാടി വെച്ചിട്ടുണ്ട്, അപ്പൊ അവൻ ചെയ്യാനിരുന്നതുകൊണ്ട് അവനെ കൊണ്ട് തന്നെ പാടിച്ചാണ്. ഞാൻ മണി ഇവിടെ ഉണ്ടല്ലോ. അപ്പൊ ഞാൻ മണിയോട് പറഞ്ഞു, എടാ നീ ചെയ്യാറുന്നൊരു പടം ഇപ്പൊ എന്നെ വിളിക്കുന്നു. ചേട്ടാ പറ്റുമെങ്കിൽ ഒന്ന് ചെയ്യട്ടെ, ഞാൻ ഒരു തമിഴ് പടത്തിന്റെ ഭയങ്കര ക്ലാഷിൽ നിൽക്കുകയാണ്. ഞാൻ കുഴപ്പമില്ല, നിനക്ക് കുഴപ്പമില്ല, എനിക്കെന്ത് കുഴപ്പം, ഒരു കുഴപ്പമില്ല. അങ്ങനെ മണിയോട് ഞാൻ അനുവാദം ചോദിച്ചിട്ടാണ് ചെയ്തത്. ഇപ്പൊ ചരിത്രം എടുത്ത് നോക്കിയാൽ കലാഭവൻ മണി അവന് വേണ്ടി പാടുന്നില്ലാതെ വേറൊരു ആക്ടർക്ക് വേണ്ടി പാടിയിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് വേണ്ടി മാത്രമാണ്. ശരിയാണ്, അങ്ങനെ ഒരു ഭാഗ്യം ഇതിനകത്തുണ്ട്. അങ്ങനെ മധുവിന്റെ വോയിസ് മമ്മൂക്കായ്ക്കും മണിയുടെ വോയിസ് എനിക്ക് കിട്ടി. ഒരു പാതിരായ്ക്ക് ഒരു 10-10:30 തുടങ്ങി, വെളുപ്പിനെ 4:30-5 മണിക്ക് പാട്ട് തീർന്നു. ഒറ്റ ദിവസത്തെ ഷൂട്ട് ഭയങ്കര സ്പീഡില് ബ്ലസ് ചെയ്ത്. കാരണം പിറ്റേ ദിവസം ഗുജറാത്തിൽ പോകണം, മറ്റേ ആ ഗുജറാത്ത് സ്പോർട്സ് അതെടുക്കാനായിട്ട് രാവിലെ എല്ലാവരും ഫ്ലൈറ്റ് പോകേണ്ടതുകൊണ്ട് വെളുപ്പിനെ അവർ ഷൂട്ട് ചെയ്തു. പക്ഷെ തീർത്തും എന്നുള്ളതാണ്, നമുക്ക് ഡാൻസ് ചെയ്യാൻ ഇച്ചിരി മടിച്ചു. ഞാൻ പിന്നെ നമുക്ക് പൊതുവെ ഡാൻസ് എന്ന് കേട്ട കലിപ്പാണ്. അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞു, എന്നോട് ഇവരെല്ലാം ഒന്ന് റെക്കമെൻഡേഷൻ എന്റെ അടുത്താ, കാരണം ഞാൻ എന്റെ അടുത്ത ആളാന്നുള്ള ധാരണയില്ല. അപ്പൊ ബ്ലസ്സിയും പറഞ്ഞു, മനോജ് ഒന്ന് കുറച്ച് ചെറിയ സ്റ്റെപ്പ് വെക്കാൻ പറഞ്ഞു. ഞാൻ നമുക്ക് കുറച്ച് ശരിയാവില്ലെന്ന് നിങ്ങൾ ചെയ്താൽ മതി. ഞാൻ കുറച്ച് ചെയ്യ്, അവസാനമെങ്കിലും കുറച്ച് ചെയ്യ്, നോക്കാം. അങ്ങനെയാണ് ലാസ്റ്റ് ഇത് മാത്രം ചെയ്ത് അവസാനിപ്പിച്ചു. അങ്ങനെ നമുക്ക് ഡാൻസും ചെയ്യിപ്പിച്ചു. പിന്നെ അത് കൂടാണ്ട് ബ്ലസ് ചേട്ടന് വേണ്ടിയിട്ട് കൽക്കത്ത ന്യൂസ് എങ്ങു നിന്നോ വന്ന പഞ്ചവർണ്ണ ആ പാട്ടും മനോജേട്ടന് വളരെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം എൻ്റെ അടുത്ത് വിളിച്ചിരുന്നു. മനോജേട്ടൻ വിളിച്ച് പറഞ്ഞു. വേറൊരു വലിയ സംഭവമുണ്ട്. ആശ, എൻ്റെ വൈഫ് ആശ എന്നെ ആദ്യം എന്നോടുള്ള ഭയങ്കര ഇഷ്ടം തോന്നാൻ കാര്യമുള്ളൊരു കാര്യം, അവർ UK-യിലായിരുന്നു, അവർ ഡിവോഴ്സിലായിരുന്നു ആ സമയത്ത്. അപ്പം എൻ്റെ ഒരു ഇന്റർവ്യൂ ഇത് ടെലികാസ്റ്റ് ആവുന്നു, ഇവരതവിടെ UK-യിൽ കാണുന്നു. അപ്പൊ അതിൻ്റെ അകത്ത് എൻ്റെ മോളെ കുറിച്ചുള്ള ആ ഒരു അറ്റാച്ച്മെന്റും, മോളെ ഞാൻ ഒറ്റയ്ക്ക് മോളെയും കൊണ്ട് ഞാൻ ജീവിക്കുന്ന സമയമാണ്. അപ്പൊ അതെല്ലാം കേട്ട് അതിനുശേഷം ഒരു പാട്ട് പാടാൻ പറഞ്ഞപ്പോൾ ഞാൻ പാടിയത് എങ്ങു നിന്നോ വന്ന പഞ്ചവർണ്ണ കിളിനീട് എന്ന 4 ലൈൻ പാടി. അപ്പൊ ഇത് കല്യാണത്തിന് ശേഷം എന്നോട് പറഞ്ഞു, അയ്യോ ആ പാട്ട് നന്നായി പാടി, മധുവാർഷം പാടിയ പാട്ട് എന്ത് നല്ല പാട്ടാണ് എന്നൊക്കെ പറഞ്ഞ ഒരു കണക്ഷൻ, ആശയമായിട്ടുള്ള എന്റെ ജീവിതത്തിലേക്ക് വരാനുള്ള ഒരു കണക്ഷൻ ആ പാട്ടിനുണ്ട്. എങ്ങു നിന്നു വന്ന പഞ്ചവർണ്ണ കിളി നീയോ, എന്നും എന്റേതെന്നു ചൊല്ലുവാനോ ഇഷ്ടമേറെ. നീ എൻ മുളം തണ്ടിൽ ചുംബിച്ചിരുന്നു പണ്ടേ, മൗനസ്വരമായി ജന്മങ്ങളിൽ മോഹം കൈനീട്ടുന്നു വീടും. തങ്കക്കിനാവിലൊന്നിച്ചിരുന്നു കണ്ണിൽ തേടിയെടുക്കാനായി, നെഞ്ചോരം നാളം തേടിയോ. എങ്ങു നിന്നോ വന്ന പഞ്ചവർണ്ണ കിളി നീയോ, എന്നും എന്റേതെന്നു ചൊല്ലുവാനോ ഇഷ്ടമേറെ.
എൻ മുളം തണ്ടിൽ ചുംബിച്ചിരുന്നു പണ്ടേ മൗനസ്വരമായി ജന്മങ്ങളെ മോഹം കൈ നീട്ടുന്നു വീണ്ടും നെഞ്ചോരം നാളം തേടിയൂ ആഹാ